നാട്ടുമ്പുറത്ത് ചാലുകളിൽ മീൻ പിടിക്കുന്നതിൻ്റെ ഒരു വീഡിയോയിലേക്കാണ് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നത്. ഞങ്ങൾ മോട്ടർ വെച്ചത് ഒരു 11 മണിയായപ്പോഴാണ്. രാത്രി 11 മണിക്ക് മോട്ടർ വെച്ച് നേരം വെളുത്ത് ഒരു 7 മണിയായപ്പോഴാണ് വെള്ളം പറ്റിയത്. അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ ഇടാൻ പറ്റാത്തത്. പിന്നീടുള്ളത് എന്ന് പറഞ്ഞാൽ വെള്ളം പറ്റിയതിന് ശേഷമാണ് നമ്മൾ മീൻ പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ മീൻ പിടുത്തത്തിൻ്റെ 7 മണി ആയതുകൊണ്ട് മഴയൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഫുൾ വീഡിയോസ് ഇല്ലാത്തത്. ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് ഘട്ടത്തിൽ മീൻ പിടുത്തമാണ്. ഈ തൂമ്പിൽ വരുന്ന മീൻ എങ്ങനെയാണ് നമ്മൾ പിടിക്കുന്നത് എന്നതിൻ്റെ വെറൈറ്റിയാണ് ചെയ്യുന്നത്. നമ്മൾ തൂമ്പിൻ്റെ ഫ്രണ്ടിൽ വല വിരിക്കുന്നു. അതായത് വീശുവല നമ്മൾ വിരിച്ചിട്ടിട്ട് ആ തൂമ്പിൻ്റെ അകത്ത് കയറി മീനിങ്ങനെ അനക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏറ്റം കയറുമ്പോൾ വെള്ളം ഇങ്ങനെ വന്നിട്ടിരിക്കും. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ മീൻ വരുന്നത്. അപ്പോൾ നമ്മൾ ആ മീനിനെ പിടിക്കുവാൻ വേണ്ടി മാത്രമാണ് തൂമ്പിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ 2 പേര് വല പിടിച്ച് അതിൻ്റെ അകത്ത് 2 പേര് പോയി അനക്കിയാൽ മാത്രമേ മീൻ പുറത്തോട്ടിറങ്ങുള്ളൂ. പുറത്തോട്ടിറങ്ങുന്ന ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ മീൻ പോകാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിച്ച് വേണം പിടിക്കാനായിട്ട്. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 പേര് തൂമ്പിൻ്റെ പുറത്തും 2 പേര് തൂമ്പിൻ്റെ അകത്തുമാണ് ഈ മീൻ പിടിക്കുന്നത്. അതിൻ്റെ അകത്ത് കൂടുതൽ മീനായതുകൊണ്ട് നമ്മൾ കുറച്ച് അനക്കി ആണ് പിടിക്കാനായിട്ട്. ഒറ്റയടിക്ക് നമുക്ക് അനക്കി ഇറക്കി കഴിഞ്ഞാൽ നമ്മളുടെ വല നിൽക്കത്തില്ല, അത് പൊളിച്ചു പോകും മീൻ. അതുകൊണ്ടാണ് കുറച്ചായിട്ട് പിടിക്കുന്നത്. അതിൻ്റെ നമ്മൾ ഒരു വീഡിയോസ് മാത്രമേ ഇടുന്നുള്ളൂ, മൊത്തത്തിലിടാൻ നമുക്ക് പറ്റത്തില്ല. ഇത് സിലോപ്പിയാണ് നമ്മൾ പിടിക്കുന്നത്. ഇത് ഗിഫ്റ്റ് സിലോപ്പിയ കേട്ടോ, സാധാ നമ്മുടെ നാടൻ സിലോപ്പി അല്ല, വലിയ സിലോപ്പിയാണ്. ഗിഫ്റ്റ് നാടനും കൂടിയാണ് ഞങ്ങൾ മിക്സ് ചെയ്തിട്ടത്. പക്ഷെ അതിൽ കൂടുതലായിട്ട് നമുക്കുള്ളത് നാടൻ കുറവാണ്. കൂടുതലും ഗിഫ്റ്റ് സിലോപ്പിയാണ് നമുക്കുള്ളത്. ഇപ്പം കരിമീനുണ്ട്. നമുക്ക് കരിമീൻ ഓൾറെഡി കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ മിക്സ്ഡാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഈ വല എടുക്കുന്ന സമയത്ത് നമ്മൾ 3 പേര് സൈഡിൽ നിന്ന് നമ്മൾ തപ്പിക്കൂട്ടുന്ന എന്നാണ് നമ്മൾ പറയുന്നത്. പിടിച്ച് തടുത്തു കൂട്ടിയതിന് ശേഷമാണ് നമ്മൾ വല എടുക്കേണ്ടത്. ഇല്ലെങ്കിൽ മീൻ വലയിലുണ്ട്. നമുക്ക് എന്തായാലും ഒരു 5-6 സിലോപ്പിയൊക്കെ വീഴുള്ളൂ. ചിലത് പൊളിച്ചു പോകും. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, പൊളിച്ച് പോകുന്നത്. കാരണം വല അത്ര സ്ട്രോങ് അല്ല വല. ചാടി പോകുന്ന കാണാൻ പറ്റുമില്ല. അതിനകത്ത് വരുന്നതാണ് പിടിച്ച് കയറ്റുന്നത്. ചാടിപ്പോകുന്നതിന് നമ്മൾ കൈകൊണ്ട് കിട്ടിയാൽ പിടിച്ച് കയറ്റുന്നു. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വലിയ മീനായതുകൊണ്ട് ഒരാൾക്ക് ഒറ്റയ്ക്ക് പൊക്കത്തോട്ട് കയറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഒരാളുടെ സപ്പോർട്ട് ചെയ്താണ് ഞങ്ങൾ വല ഞാൻ മേളിലോട്ട് കയറ്റിയിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ അകത്തുള്ള മീനാണിത്. മീനെന്ന് പറഞ്ഞാൽ വലിയ മീനാണ് കേട്ടോ. ഒരു 1.5 കിലോ 2 കിലോ വെയിറ്റ് വരുന്ന സിലോപ്പികളാണിത്. ഗിഫ്റ്റാണ് കേട്ടോ, സാധാ സിലോപ്പി അല്ല, ഒരിക്കലും ഗിഫ്റ്റ് സിലോപ്പിയാണ്. ഇനി അടുത്ത ഘട്ടം ഞങ്ങൾ കാളാഞ്ചിയാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ വീഡിയോസ് പുറകെ ഞങ്ങൾ ഇടുന്നതായിരിക്കും. മീൻ കരക്കെത്തിയിട്ടുണ്ട്. ഇനി ഇത് കഴുകി ക്ലീൻ ചെയ്ത് ജീവനോടെ മാർക്കറ്റിൽ ചെന്നാൽ മാത്രമേ ഇതിന് വില കിട്ടത്തുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഐസ് ചെയ്ത് എന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ആൾക്കാർ മേടിക്കാൻ ഇച്ചിരി മടിക്കും. ഇതെങ്ങനെയുള്ള സിലോപ്പിയാണെന്ന് അറിയത്തില്ല. ജീവനോടെ കൊണ്ടുവരുമ്പോഴാണ് അതിനൊരു വില ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ നമ്മൾക്ക് വില കിട്ടാൻ പാടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത കാളാഞ്ചി ഇടുന്നതിൻ്റെ വീഡിയോയുമായിട്ട് പുറകിൽ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.